ഇന്ന് വൈകിട്ട് 5 മണിക്ക് പരവൂർ കോട്ടപ്പുറം NSS കരയോഗം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാന്യനായ ചാത്തന്നൂർ MLA ശ്രീ GS ജയലാൽ ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ P മുഖ്യ അതിഥിയാകും. എല്ലാ ദേശസ്നേഹികളെയും കാർഗിൽ സ്മൃതി യാത്രയിലേക്കും സമാപന സമ്മേളനത്തിലേക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഹലോ എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ കൊല്ലം താലൂക്കിന്റെ ആഭിമുഖ്യത്തിലുള്ള ബ്രഹ്മിലയിൽ നിന്നും ആരംഭിച്ച് പരവൂരിൽ അവസാനിക്കുന്ന കാർഗിൽ ദിവസത്തിൻ്റെതായ സ്മൃതിയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. താലൂക്ക് പ്രസിഡന്റ് ശിവൻകുട്ടിപ്പിള്ള ക്യാപ്റ്റനായുള്ള ഈ സ്മൃതിയാത്രയില് താലൂക്കിന്റെ ഭാരവാഹികളോടൊപ്പം മഹിളാ വിങ്ങിന്റെ ഭാരവാഹികളോടൊപ്പം ഇവിടെ കുണ്ട്ര യൂണിറ്റിന്റെ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ കൃത്യമായ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതോടൊപ്പം ഇവിടെ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഡ് മെമ്പർ ശ്രീ അനിതി ലൂക്കോ, വേണൂസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ശ്രീ വേണു സാർ, ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് 5ാം വാർഡ് മെമ്പറുമായ ശ്രീ റെജി ലൂക്കോസ്, 7ാം വാർഡ് മെമ്പറായ ശ്രീ സാം വർഗീസ്, 6ാം വാർഡ് മെമ്പറായ ശ്രീമതി ഷീല തുടങ്ങിയ ഏവരെയും കൃത്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുണ്ട്ര യൂണിറ്റിന്റെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഈ ശബ്ദത്തിന്റെ പരിമിതിക്കുള്ളിലുള്ള ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1999 മെയ് മാസം ആരംഭിച്ചതായ ഈ കാർഗിൽ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നതായ ഈ യുദ്ധം ജൂലൈ 26-ാം തീയതി സമാപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി വീരജന്മം പ്രാപിച്ച രക്തസാക്ഷിയായിട്ടുള്ള ജവാന്മാർക്ക് അവരുടേതായ അർപ്പണത്തിന്റെ മുന്നിൽ സ്നേഹത്തോടെ പൂപ്പുയ്യൽ അർപ്പിക്കുകയാണ്. ഇത് കാർഗിൽ ദിവസം ഒരു ആഘോഷമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെതായ സുരക്ഷയും സ്വാതന്ത്ര്യവും നല്ല വില കൊടുത്താണ് നമ്മൾ സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ പൗരബോധത്തിന്, നമ്മുടെ രാജ്യത്തോടുള്ളതായ പൗരബോധത്തിൻ്റെതായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജവാന്മാരോടുള്ളതായ ആദരവ് അർപ്പിക്കുന്നതായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ഏവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു യാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പാകിസ്ഥാൻ പട്ടാളവും തീവ്രവാദികളും ചേർന്ന് നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ ശക്തമായി നിന്ന് ചെറുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ എന്നും കൊടുത്തുകൊണ്ട് രക്തം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ച നമ്മുടെ വീര ജവാന്മാർക്ക് അവരുടേതായ ജീവൻ, അവരുടെ ത്യാഗത്തിന്റെ മുന്നിൽ അവരോടുള്ള ആദരസൂചകമായി പുഷ്പചക്രം അർപ്പിക്കുന്നതിനായി പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളു.
അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ, സ്നേഹനിധികളായ നാട്ടുകാർ ഏവരെയും പുഷ്പാഞ്ജലിക്കായി ക്ഷണിച്ചുകൊള്ളുന്നു.